ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മെയ് 8 തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഹൊറർ ചിത്രമാണ് വേക്കപ്പ്. ഇത് ഫ്രാൻസ് ചിത്രമാണ്. ഈ സിനിമ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമ ഞാൻ കുറച്ച് മുമ്പെയാണ് കണ്ടു തീർത്തത്. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡോൺ പ്രീത്ത് പോലത്തെ ഒരു മോഡൽ ഇറങ്ങിയ സിനിമയാണ്. ഡോൺ പ്രീത്ത് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് മിക്കുള്ളവർക്കും അറിയാനുള്ള സിനിമയായിരിക്കും. ഇനി അതും കാണാത്തവരാണെങ്കിൽ ചെന്ന് കണ്ടു നോക്കുക. കിട്ടില്ല, ത്രില്ലിങ് അടിച്ചു പിടിക്കുന്ന സിനിമയാണ് ഡോൺ പ്രീത്ത്. ആ അപ്പൂപ്പൻ്റെ വീട്ടിൽ കയറിയ വഴിയാണ് ആ അപ്പൂപ്പൻ വക വരുത്തുന്നത്. സാധാരണ അപ്പൂപ്പനല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, കുറച്ച് കഥയെങ്കിലൊക്കെ. അപ്പം ഇത് നേരെ തിരിച്ചാണ്. ഒരു കൊറിയർ ഷോപ്പിൽ 7 പിള്ളേർ ചേർന്ന് നല്ല വൃത്തി അലങ്കോലാക്കുകയാണ്. അപ്പോൾ ഈ കൊറിയർ ഷോപ്പിൽ അലങ്കോലാക്കണവർക്കെതിരെ ഒരു സെക്യൂരിറ്റി തിരിയുന്ന കഥയാണ് സിനിമയുടെ മെയിനായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. ആ കൊറിയർ ഷോപ്പിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പരാതി കേട്ടതുകൊണ്ട് ആ സെക്യൂരിറ്റിയെ പിരിച്ചുവിടാൻ പോകുകയാണ് ചീഫ് അവിടുത്തെ. അപ്പോൾ അങ്ങനെ അതേ രാത്രി തന്നെ ഇവർ വന്ന് പെടുകയാണ്. അപ്പം ഈ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് ഈ 7 അംഗ സംഘം എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കഥയാണ് സിനിമയുടെ പിന്നീട് പറഞ്ഞു പോകുന്നത്. കിടിലമാണ് സിനിമ. ഡോൺ പ്രീത്തിൻ്റെ അത്ര എത്തിയിട്ടില്ലെങ്കിൽ പോലും നല്ല കണ്ടിരിക്കാൻ പറ്റിയ, എന്നാൽ മുഷിപ്പ് പോകുന്നാത്ത ഒരു 1.5 മണിക്കൂർ സിനിമ. ഒരു ചെറിയ ഫ്രണ്ട്സ് സിനിമ എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം ഇതിൽ ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഈ ഓരോ ഭയാനകമായ കാര്യങ്ങൾ ഇതിലുണ്ട്. വയലൻസ് ഒക്കെ ഉണ്ട് സിനിമയിൽ അത്യാവശ്യത്തിന്. പിന്നെ ആ പെർഫോമൻസ്, ഈ സെക്യൂരിറ്റിയുടെ കെവിൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അതാണ് സെക്യൂരിറ്റി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു സൈക്കോപാത്ത് ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റിയെ ഇഞ്ചറി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൽ കൂടെ വയലൻ്റ് ആയത്. അപ്പം അവരെയൊക്കെ എങ്ങനെ പാഠം പെടുത്തുമെന്നുള്ള ഒരു കിടിലൻ സിനിമ കണ്ടു നോക്കുക നിങ്ങൾ. അപ്പോൾ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും അഭിപ്രായം ഒരുപോലെ ഇരിക്കില്ല, അഭിപ്രായ വ്യത്യാസം വരാം. അപ്പോൾ അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.